റിപ്പോർട്ടറിൽ 14 വർഷം പൂർത്തിയാക്കിയ കണ്ണൂരിലെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശി നമുക്കൊപ്പം ചേരും തത്സമയം. അർജുൻ കല്യാടും നമുക്കൊപ്പമുണ്ട്. അർജുൻ കല്യാടും ഒപ്പമാണ് ലിമേഷ് ഉള്ളത്. ലിമേഷ് ചെറുപഴശ്ശി, അർജുൻ കല്യാട്, വെരി ഗുഡ് ഈവനിങ്. ലിമേഷ്, എല്ലാവരും ഉണ്ട്. നമ്മുടെ കണ്ണൂർ സംഘത്തെ ഒന്ന് അർജുൻ പരിചയപ്പെടുത്തു. വെരി ഗുഡ് ആഫ്റ്റർനൂൺ അരുൺകുമാർ. കണ്ണൂരിലെ നമ്മൾ 4 പേരാണ് കണ്ണൂരിലെ. അർജുനെ ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. ഇപ്പൊ നമ്മൾ ഈവനിങ്ങിലേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ് ആവും. ഈ കണ്ണൂർ നമ്മുടെ ടൈം സോണിൽ തന്നെ. എനിക്ക് സംശയം, ഇനി കണ്ണൂർ ഗ്രീൻവിച്ചിലോട്ട് മാറിയോ? ഓക്കെ, തുടർന്നോളൂ അർജുൻ. അല്ല, പലപ്പോഴും അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ എനിക്ക് ഈ സമയം പറയുന്നതുമായി ബന്ധപ്പെട്ട് പറ്റാറുണ്ട്. എന്തായാലും കണ്ണൂരിലെ സംഘം നമ്മൾ 4 പേരാണ്. നമ്മൾ ലിമേഷ് ഈ പറയുന്ന പോലെ ഈ റിപ്പോർട്ടറിനോടുള്ള 14 വർഷത്തെ യാത്ര, നമുക്കൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ ജേർണലിസത്തെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ടീമിനൊപ്പം ചേർന്നിട്ടുള്ള ഒരാളാണ്. അതിന് പുറമെ തുഷാർ ഇപ്പോൾ അടുത്താണ് നമ്മുടെ കണ്ണൂർ ടീമിനൊപ്പം ജോയിൻ ചെയ്തത്. അതുപോലെ തന്നെ അഖിലും നമ്മളോടൊപ്പം വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. നമ്മുടെ ഫ്രെയിം സ്റ്റാറ്റിക്കായിട്ട് അവിടെ വെച്ചേക്കാണ്. കാരണം ലിമേഷാണ് നമ്മുടെ എല്ലാ ഫ്രെയിമുകളുടെയും ഉടമ എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ ഫ്രെയിമുകളുടെയും റിപ്പോർട്ടർ വന്നതിന് ശേഷമുള്ള ഫ്രെയിമുകളുടെ ഉടമ ലിമേഷാണ്. 14 വർഷം പൂർത്തിയാണ് ലിമേഷ്. എന്താ തോന്നുന്നത്? സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈ റിപ്പോർട്ടറിൻ്റെ ഒരു പ്രതിസന്ധി കാലഘട്ടം, ആ കാലഘട്ടത്തിലൊക്കെയുള്ളൊരു അനുഭവമൊക്കെ വളരെ വൈകാരികമായിരിക്കും. അതിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള വലിയൊരു എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടറായി മാറി. ആദ്യഘട്ടത്തിലുള്ള റിപ്പോർട്ടറും ഇപ്പോഴത്തെ റിപ്പോർട്ടറും അതിനിടയിലുള്ള കുറേ പ്രതിസന്ധി കാലഘട്ടം എന്ത് തോന്നുന്നു? കാലം തരണം ചെയ്ത് ഞങ്ങളിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിജയത്തിൻ്റെ പാതയിൽ തന്നെ ഞങ്ങളുള്ളത്. പഴയതായാലും പുതിയതായാലും നമ്മൾ വിജയത്തിൻ്റെ പാതയിൽ തന്നെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എനിക്ക് അതായത് CPM ജില്ലാ സമ്മേളനം ഇവിടെ കണ്ണൂരിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഒറ്റയ്ക്ക്. അത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ലിമേഷ് ഒരു മൾട്ടി ടാലൻറ്റഡ് ജേർണലിസ്റ്റ് അല്ലെ, മൾട്ടി ടാസ്കിങ് ജേർണലിസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഡ്രൈവറാണ്, അതുപോലെ തന്നെ വീഡിയോ ജേർണലിസ്റ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ റിപ്പോർട്ടറായും ലിമേഷ് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും സന്തോഷകരമായി കണ്ണൂരിൻ്റെ നമ്മുടെ ഒരു സ്നേഹോപഹാരം ഇപ്പോൾ എറണാകുളം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് നമ്മളെല്ലാവരും ചേർന്ന് ലിമേഷിന് ഒരു സ്നേഹോപഹാരം കൊടുക്കുകയാണ്. അരുൺകുമാർ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ലിമേഷ് വളരെ സന്തോഷത്തോടുകൂടി റിപ്പോർട്ടറിന്റെ ഹൃദയമാണ് ലിമേഷിന് തരുന്നത്. ലിമേഷ് 14 വർഷം റിപ്പോർട്ടറിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചു, വാഹനം ചലിപ്പിച്ചു, ചില സാഹചര്യങ്ങളിൽ വാർത്തയും ചലിപ്പിച്ചു. ലിമേഷ് ഒരുപക്ഷെ ഇങ്ങനെ മറ്റൊരു ജേർണലിസ്റ്റും ഒരുപക്ഷെ ഒരു രാജ്യത്തൊരിടത്തും ചെയ്തിട്ടുണ്ടാവില്ല. ഈ പുതിയ സിറ്റിസൺ ജേർണലിസ്റ്റ് വരുന്നവരെ വാഹനം ഓടിക്കുക, ക്യാമറ ചലിപ്പിക്കുക, വാർത്ത റിപ്പോർട്ട് ചെയ്യുക. ലിമേഷ് ചെറിയ കാര്യമല്ല. അരുണെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂരിലെ ഈ കഴിഞ്ഞ 14 വർഷത്തെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം സഹായമാണ്. കാരണം കണ്ണൂരിൽ മറ്റേത് ചാനലിന് ഒരു വാർത്ത കിട്ടുന്നതിന് മുമ്പും ലിമേഷിന് ആ വാർത്ത കിട്ടാറുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രമാത്രം ഈ 3 ജോലികളും ചെയ്തുകൊണ്ട് തന്നെ, ഒരു റിപ്പോർട്ടറായി ജോലി ചെയ്തുകൊണ്ട് തന്നെ വാർത്തകൾ വളരെ വേഗത്തിൽ ലിമേഷിന് പലപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മളാദ്യം ബ്രേക്ക് ചെയ്യുന്നു, ഞാൻ ഫ്രെയിമിലേക്ക് വരുന്നു, ആദ്യമായി തന്നെ വാർത്ത അപ്പിയറൻസ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നതിൽ അതിൻ്റെ ഏറ്റവും പലപ്പോഴും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടർ എന്ന് പറയുന്നത് ലിമേഷാണ്. അപ്പോൾ ലിമേഷ് കണ്ണൂർ ബ്യൂറോയുടെ പ്രത്യേകിച്ച് ആസ് എ റിപ്പോർട്ടർ എന്ന രീതിയിൽ എൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ് ലിമേഷ് എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ലിമേഷാണ് കണ്ണൂരിനെ നയിക്കുന്നതെന്ന് പോലെ പലപ്പോഴും കണ്ണൂർ ബ്യൂറോയുടെ ഐശ്വര്യം. അതെ, റിപ്പോർട്ടറിന്റെ ഐശ്വര്യം. ലിമേഷ് ഒരു ഹാർഡ് വർക്കറാണ് കേട്ടോ, നല്ല രീതിയിൽ ഹാർഡ് വർക്കറാണ്. ഏത് സമയവും 24 മണിക്കൂർ. നമ്മുടെ വാർത്തയുടെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത 24 മണിക്കൂറാണല്ലോ നമ്മുടെ. അതുകൊണ്ടാണ് സമയം തെറ്റിപ്പോകുന്നത്. ഏത് സമയമാണെന്ന് അറിയില്ലല്ലോ. രാത്രി 3 മണിക്കും 2 മണിക്കും 1 മണിക്കൊക്കെ വാർത്ത ചെയ്യേണ്ട സമയങ്ങളാണ്. അപ്പോൾ ലിമേഷ് ആ കാര്യത്തിൽ വളരെ നല്ലൊരു ഹാർഡ് മാത്രമല്ല, ഈ അർജുൻ കല്യാടിൻ്റെ നേരത്തെ പറയായിരുന്നു നമ്മൾ, അർജുൻ കല്യാടിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോഴല്ലോ, ഈ അർജുൻ കല്യാട് ഈ സംസാരിക്കുന്നതല്ല. അർജുൻ കല്യാട് ഒരു വാർത്തയായിട്ട് നമുക്ക് തരുമ്പോൾ കുറച്ചുകൂടി വേറെ ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഓതൻസിറ്റി ഉള്ള വാർത്തകളാണ് അർജുൻ കല്യാട് തരുന്നത്. അർജുൻ കല്യാട് തന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂരിൽ നിന്ന് കേരളം തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. മനു തോമസിൻ്റെ വാർത്തയടക്കം ആ വാർത്തകളെല്ലാം നമുക്കൊപ്പം അർജുൻ കല്യാടും ലിമേഷും ചേരുന്ന സംഘമാണ് തരുന്നത്. താങ്ക് യു അർജുൻ. ഇനിയും തുടരുക ലിമേഷെ. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അത് കുറച്ചുകൂടി വളരെ അഗ്രസീവായി നമുക്ക് പോകാം. താങ്ക് യു ലിമേഷ്. ഒരിക്കൽ കൂടി ലിമേഷിന് കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ഓൾ.